ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് താരയും ഞാനും കൂടിയിട്ട് ഞങ്ങൾ എറണാകുളം പോവുകയാണ് കേട്ടോ. അവളുടെ ആവശ്യത്തിനാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൾ വിളിച്ചിങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് എറണാകുളം പോകണം, അവൾക്ക് ഒരു ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. സോ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു ടിക്കറ്റ് എടുക്കലും പോക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ ട്രെയിനിൻ്റെ ടൈം വന്നിട്ട് 3:30 ആയിരുന്നു. സോ മര്യാദയ്ക്ക് ലഞ്ച് കഴിക്കാനും പോലും പറ്റിയില്ല. പെട്ടെന്ന് എന്തോ തട്ടിക്കൂട്ടി കഴിച്ച് വേഗം ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറുന്ന മുന്നേ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൽക്കാലം വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഞങ്ങൾ കഴിച്ചു. കോഫി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞു, പിന്നെ ഇച്ചിരി സമയം ഫോണൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയ വർത്താനമൊക്കെ പറഞ്ഞാൽ തീരത്തില്ല. വീട്ടിലായാലും എവിടെ പോയാലും ബ്ലാ 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 സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ബിക്കോസ് 5th തൊട്ട് +2 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവൾ വേറെ ക്ലാസ്സാണ്, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് +2 വരെ പഠിച്ചതൊക്കെ കേട്ടോ. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ ബോറടിയൊക്കെ ആയി. അങ്ങനെ പിന്നെ സോങ്ങൊക്കെ കേട്ടു, കുറച്ച് സമയം റിലാക്സ് ആയിട്ട് ഇരുന്നു. ഗൈസ്, എനിക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഈ പോകുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതല്ലോ എനിക്കത് തീരെ ഇഷ്ടമല്ല. കാരണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തണം എന്നൊരു മൈൻഡാണ് എനിക്ക്. കാരണം എനിക്ക് കുറേ സമയം ട്രാവൽ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പെട്ടെന്ന് ഞാൻ ടയേർഡാവുന്ന ഒരാളാണ്. എൻ്റെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തണം, അങ്ങനെ കുറേ സമയമൊന്നും എടുക്കാൻ പാടില്ല. ബട്ട് എന്ത് ചെയ്യാനാ, അങ്ങനത്തെ ഒരു വഴിയില്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ലേ, നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ മഴ പെയ്തു കേട്ടോ. ഗൈസ്, ഞാനും അവളും കൂടിയിട്ട് ട്രെയിൻ കയറുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു ടീംസാണ് ഈ വടിയും ചട്നിയൊക്കെ വാങ്ങിച്ച് കഴിച്ചത്. എന്ത് പറയാനാ ഗൈസ്, വിശന്നപ്പം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെയാണ് വാങ്ങിച്ച് കഴിച്ചത് ഗൈസ്. അങ്ങനെ പിന്നെ കിടക്കാൻ പ്ലാൻ ചെയ്തു. അവളുടെ സീറ്റ് അപ്പുറത്തായിരുന്നു. അപ്പോൾ അവൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവൾ പോയി, ഞാനും കിടന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എറണാകുളത്ത് എത്തി. ഞങ്ങളൊരു 12 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ റൂമിലേക്ക്. ഞങ്ങൾ റൂമിലേക്ക് തന്നെ കേട്ടോ ഡയറക്റ്റ് പോയത്. അപ്പോൾ താരയുടെ റൂംമേറ്റ് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഏരിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രാത്രി നടക്കാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ തൊട്ടടുത്തായിരുന്നു കേട്ടോ റൂം. ആൻഡ് ദ മെയിൻ തിങ് ഗൈസ്, ഞങ്ങൾക്ക് നല്ല ടയേർഡായിരുന്നു. പിന്നെ നല്ല ഉറക്കവും വരുന്നുണ്ടായി. കാരണം ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എണീറ്റ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി, പിന്നെ ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് കിടക്കുമായിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇതൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.